ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഔട്ട്ലുക്ക് നോക്കാം. അതിന് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റകൾ കൂടി ഷെയർ ചെയ്യാം, കുറച്ച് ന്യൂസുകൾ കൂടി കവർ ചെയ്യാം. കഴിഞ്ഞ ദിവസത്തേക്ക് വരികയാണെങ്കിൽ, വെള്ളിയാഴ്ച വരികയാണെങ്കിൽ നിഫ്റ്റി 50-ൽ 38 സ്റ്റോക്കുകളാണ് ബുള്ളിഷ് ടെറിട്ടറിയിലുണ്ടായിരുന്നത്. 12 സ്റ്റോക്കുകളാണ് നെഗറ്റീവ് ഉണ്ടായിരുന്നത്. മെജോറിറ്റിയും ബുള്ളിഷാണ്. NSEയിലേക്ക് വരികയാണെങ്കിൽ മൊത്തം 30 സ്റ്റോക്കുകൾ, അതിൽ 24 സ്റ്റോക്കുകളും ബുള്ളിഷ്, ബീറിഷ് 6 മാത്രമേ ഉള്ളൂ. നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 23,476-ൽ, എന്നാൽ നമ്മുടെ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 23,350-ൽ. 126 പോയിൻറ്റ് ഹൈക്കിലാണ് നിഫ്റ്റി ഉള്ളത്. തിങ്കളാഴ്ച ഡേറ്റ മാറിയേക്കാം. എനിവേ, ഇതുവരെ എല്ലാം ശുഭമാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് പോകുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്. FII DI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ 7,470 കോടിയുടെ FII ബയ്യിങ്, DIs 3,202 കോടിയുടെ സെല്ലിങ്. ഇതുവരെ ബയ്യിങ് ഉണ്ടായിരുന്ന DIs ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് മാറി. എന്തുകൊണ്ടാണ് അവർ പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് മാറിയത്? ഈ താഴെ ലെവലിൽ, ഈ ചാർട്ട് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ താഴെ ലെവലുകളിൽ, അതായത് ബൈ ചെയ്യേണ്ട ലെവലുകൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. നമ്മുടെ ചാനലിലെ കയറാനുള്ള ലിങ്കും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും DIs താഴെ ലെവലിൽ ബൈ ചെയ്തിട്ടുണ്ട്. അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അവർ ചെയ്യുന്ന അതേ മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് മാർക്കറ്റ് ക്രാഷിന് തന്നെ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് എടുത്തിട്ടായിരുന്നു. കാരണം DIസിൻ്റെ ഈ ആക്ടിവിറ്റി കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. മാത്രവുമല്ല, പണ്ട് നമ്മൾ ചെയ്തിരുന്ന ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, FIs ബൈ സൈഡ് വരുന്ന ആ സമയത്ത് DIs സെൽ സൈഡ് വരുമെന്നുള്ളത്. അന്ന് കമൻറ്റ് സെക്ഷനിൽ ഒരാൾ ചോദിച്ചു, FIs ബൈ സൈഡ് വരുമ്പോൾ DIs സെൽ സൈഡ് വരുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന്. അപ്പോൾ ഇതാണ് അതിനുത്തരം. നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ. പിന്നെ ലോജിക്കായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ DIs താഴെ ലെവലിൽ നിന്ന് വാങ്ങിയപ്പോൾ FIs സെൽ സൈഡായിരുന്നു. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യും? വിൽക്കും. ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ഇലുമിനാറ്റി വീഡിയോയിലൊക്കെ ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവർ ബൈ സൈഡ് വന്ന് സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റിനെ കയറ്റി വിടുന്നു. FIs DIs ഒത്തമുണ്ട് വിൽക്കുന്നു. ഇവർ താഴെ ലെവലിൽ നിന്ന് വാങ്ങിയതാണ്. ഇവർ വിൽക്കും. ഇവർക്കിപ്പോൾ വിറ്റാലും കുഴപ്പമില്ല, മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ്. ആ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ അതിനെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഈ DIs വാങ്ങുകയും ചെയ്യും. നമ്മുടെ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറുന്നു. അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. മൊത്തം അഡ്ജസ്റ്റ്മെൻറ്റാണ്. മാർച്ചിലെ കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 46,055 കോടിയുടെ സെല്ലിംഗ് FIs നടത്തിയിട്ടുണ്ട്. റീസെൻ്റ്ലി തുടർച്ചയായിട്ട് അവർ ബൈ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ DIs ബൈ ചെയ്തിരിക്കുന്നത് 61,790 കോടിയാണ് മാർച്ച് മാസത്തിൽ. ഇപ്പോൾ മനസ്സിലായില്ലേ ഇവർ വിൽക്കുന്നത്? ഇവർ വിറ്റ് ക്യാഷ് റെഡിയാക്കി വെക്കുകയാണ്, പ്രോഫിറ്റ് എടുത്ത് ക്യാഷ് റെഡിയാക്കി വെക്കുകയാണ്. ഇനി കഴിഞ്ഞ ദിവസത്തെ ഡേറ്റ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഇൻഡീസസ് ആണ് മുകളിലേക്ക് പോയെന്ന് നോക്കാം. അത് നമുക്ക് വീക്കിലി നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വീക്കിലി ഓപ്ഷൻ അവൈലബിൾ ആണ്. കഴിഞ്ഞ വീക്കിൽ മുകളിലേക്ക് പോയിട്ടുള്ള സെക്ടേഴ്സ് ശ്രദ്ധിക്കണം കേട്ടോ. അംബാനെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണം. നമുക്കിവിടെ കാണാൻ പറ്റും മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഫിനാൻഷ്യൽ സർവീസസ് ആണ് 10.56% അപ്പോടുകൂടി മുകളിലേക്ക് പോയിരിക്കുന്നു. നിങ്ങൾ ന്യൂസിൽ എന്താണ് കേട്ടത്? മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യരുത്, അത് ഭയങ്കരമായിട്ട് താഴേക്ക് പോകും, അതിന് കയറി വരില്ല. എന്നാൽ അവിടെയുള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഏറ്റവും കൂടുതൽ കയറി വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച. ഇത് മനസ്സിലായല്ലോ. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ ശരിക്കും പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഡൗണിലാണ്. പക്ഷേ നമ്മുടെ കസ്റ്റമറോട് പോലും നമ്മളത് പറയാറില്ലായിരുന്നു. കാരണം ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല, അതുകൊണ്ട് പറയാറില്ലായിരുന്നു. ഞാൻ നിഫ്റ്റി 50യുമായിട്ട് ബന്ധപ്പെട്ട സാധനത്ത് ഇൻവെസ്റ്റ് ചെയ്തോളാനാണ് പറഞ്ഞത്. അതാകുമ്പോൾ മാർക്കറ്റ് കയറുമ്പോൾ എന്തായാലും കയറും. ഇത്രയും കയറില്ല. ഇവിടെ 10% നേട്ടം വന്നപ്പോൾ നിഫ്റ്റി 50 ഏതാനും % നേട്ടമാണ് വന്നിരിക്കുന്നത്. അടുത്തത് BSE മാർക്കറ്റ്, ഇൻഷുറൻസ് മേഖലയിൽ അപ്പ് വന്നിട്ടുണ്ട്. ഇത് BSE സ്മോൾ ക്യാപ്പിൽ 7.8% അപ്പ്, റിയാലിറ്റിയിൽ 7.8% അപ്പ്, നിഫ്റ്റി ആൽഫയിൽ 9% അപ്പാണ് കണ്ടേക്കുന്നത്. കണ്ടോ ആൽഫ. അപ്പോൾ ഈ ആൽഫയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ETF ഉണ്ട്, നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് നോട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. ഈ ആൽഫ എന്ന് പറയുന്നത് ഹൈ വോളറ്റൈലായിട്ടുള്ള, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ETF ഉണ്ട്. അതിൻ്റെ പേരും ആൽഫ എന്നാണ്, ALPH. ഈ സാധനം ഞാൻ മേടിച്ചിട്ട് ഇത് ഇടിയുന്ന അടുത്ത് കണ്ണ് കളിപ്പോയി. മാർക്കറ്റ് താഴുമ്പോൾ 10 പോലെ ഇടിയും, എന്നാൽ മാർക്കറ്റ് കയറുമ്പോൾ 10 പോലെ കയറും. കണ്ടോ, ഒറ്റ ആഴ്ച കൊണ്ട് 10%. ഒരു ETF ആണ്. അപ്പോൾ ഈ സംഭവം നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഒക്കെ പഠിച്ചു വെക്കുക. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്, ഇത് BSE 250 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്, 7.77%. അങ്ങനെ പോകുന്നു കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തിട്ടുള്ള ഇൻഡെക്സുകൾ. ഇനി ഗ്ലോബൽ ഇൻഡീസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റായിരുന്നു കഴിഞ്ഞ ദിവസം വളരെ പോസിറ്റീവ്. SGS നിഫ്റ്റി ഇവിടെ കാണാൻ പറ്റും, 1.19% അപ്പ്. BSE സെൻസെക്സ് 0.73% അപ്പ്.
നിഫ്റ്റി 0.69% അപ്പ്. ബാക്കി എല്ലാ ഗ്ലോബൽ മാർക്കറ്റും ഡൗണ്, എസ്പെഷ്യലി ചൈന. ഇപ്പോൾ ചൈനയിലേക്കാണല്ലോ ഫണ്ട് പോയിക്കൊണ്ടിരുന്നത്. ആ ചൈന 2.28% ഡൗൺ ആണ്. തിരിയാം, കുറച്ച് കഴിയുമ്പോൾ അത് തിരിയാം. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. അതൊക്കെ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ സമയങ്ങളിൽ കയറി വരുന്ന സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബാക്കി എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും ഡൗൺ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മാർക്കറ്റാണ് കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നത്. അപ്സ്റ്റോക്സിലും ഏഞ്ചൽ വണ്ണിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അക്കൗണ്ട് എടുത്തതിന് ശേഷം വാട്സപ്പിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലികോം സെക്ടർ 8.79% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്ന് നോക്കുന്നത് നന്നായിരിക്കും. കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ കയറുന്ന ഈ സെക്ടറുകൾ വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതേഴ്സ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു സെക്ടറിലും അല്ലാത്ത സ്റ്റോക്കുകളിലാണ് ഏറ്റവും കൂടുതൽ ഉയർച്ച നമ്മൾ കണ്ടത്. 20% ഉയർച്ചയാണ് അപ്പോളോ ഫിൻവെസ്റ്റിൽ കണ്ടത്. സുന്ദരം ഹോൾഡിങ്ങിൽ 10.2%. ഇവിടെ കുറേ ഡൗണും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ടറാണ് ഇത്. പ്രത്യേകിച്ചൊരു ഇതില്ലാത്തത് കൊണ്ട് നമുക്ക് ഒന്ന് പുറകോട്ട് പോവാം. എന്നിട്ടിവിടെ നമുക്ക് ഡിഫൈൻഡ് ആയിട്ടുള്ള സെക്ടറുകൾ ഇവിടെ കാണാൻ പറ്റും. ടെലികമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്, ഫെർട്ടിലൈസർ, ജനറൽ ഇൻഷുറൻസ് 8.72, ഹോട്ടൽസ് 8.5, റിയാലിറ്റി 8.19, ട്രാൻസ്പോർട്ടേഷൻ 8%, പിന്നെ മീഡിയ. ഇങ്ങനെ പോകുന്നു കേട്ടോ. ഇതിലേതായിരിക്കും എമർജിങ് തീമായിട്ട് കയറി വരിക എന്നുള്ളത് നമ്മൾ നോക്കണം. ഈ ഫെർട്ടിലൈസർ സെക്ടറിനൊരു കുറേ സ്റ്റോക്കുകൾ ഞാൻ കണ്ടിട്ടായിരുന്നു. ടെലികമ്മ്യൂണിക്കേഷനും നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള കമ്പനികൾ കാണാൻ പറ്റും. ഇതിലെ മെജോറിറ്റി സംഭവം ഇതിൻ്റെ സ്റ്റഡികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ അത് അനലൈസ് ചെയ്തിട്ട് വീഡിയോ ഇടാം കേട്ടോ. തൽക്കാലം നമ്മൾ ഓവറോൾ ഒരു ഐഡിയ കിട്ടുക എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്, അപ്പോൾ എയറോസ്പേസ്, ഡിഫൻസ് കയറി കേട്ടോ. ഡിഫൻസ് 11.68% ഡിഫൻസിൽ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഷുഗർ സെക്ടർ 11.17% കഴിഞ്ഞ മാസം കയറിയായിരുന്നു. ഡേറ്റ പ്രോസസ്സിംഗ് സർവീസസ് 10.76%. അപ്പോൾ ഒരുപാട് സെക്ടറുകളിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിലേതായിരിക്കാം ഇനിയുള്ള, കാരണം ഇതെല്ലാം ഓക്കെയാണ്. HL നല്ല രീതിയിൽ കയറിയിരിക്കുന്ന കണ്ടല്ലോ. ഇനി നമുക്ക് ETF പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ താരതമ്യം നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ETF എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ മന്ത്ലി ചേഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മന്ത്ലി ചേഞ്ച് ആയിട്ടുള്ള ETF നമുക്ക് കാണാൻ പറ്റും. ഇത് വീക്കിലിയും കൂടെ വേണമായിരുന്നു. വീക്കിലിയുടെ ഒരു ഓപ്ഷൻ കണ്ടില്ല. അതിനിപ്പോൾ വേറെ സൈറ്റിൽ പോകേണ്ടി വന്നേക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം വീക്കിലി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും മന്ത്ലി ചേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവിൽ നിൽക്കുന്ന ETF നോക്കുക. ഒന്ന് നിഫ്റ്റി ETF ആണ്. ടാറ്റയുടെ നിഫ്റ്റി 50 എക്സ്ചേഞ്ച് ട്രേഡർ, അതായത് നിഫ്റ്റി 50 അത് തന്നെയാണ്. 3.57%, 2.52% അങ്ങനെ പോകുന്നു. ഇത് ഏകദേശം ഒന്നായിരിക്കും കേട്ടോ. ചെറിയ ഒരു ലിക്വിഡിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഈ പെർസെൻറ്റേജ് വ്യത്യാസം വരുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ വീക്കിലി സംഭവങ്ങൾ എടുത്തിട്ട് ഇനി നമുക്ക് ടോപ്പ് ഗെയിനർ, ലൂസർ, 52 വീക്ക് ഹൈ സ്റ്റോക്കുകൾ നിഫ്റ്റി 500 കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നിഫ്റ്റി 500 ഇൻഡെക്സ് അറിയില്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു 500 കമ്പനികൾ, അതിൽ ഔട്ട് പെർഫോം ചെയ്ത കമ്പനികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ GRSC നമ്മുടെ കപ്പൽ നിർമ്മാണ കമ്പനി, അടുത്ത് DP റിയാലിറ്റി, നുവാമ, KEC, RK ഫോർജ്, ഈ കമ്പനികളാണ് വീക്കിലി ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ GRSC നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭീകരമായിട്ടുള്ള മാറ്റമാണ് നമ്മളിവിടെ കാണുന്നത്. നിഫ്റ്റി 500 5.44% ഉയർന്നപ്പോൾ ചില കമ്പനികളൊക്കെ ഭയങ്കര 50%, 80% ഉയർന്ന കമ്പനികളുണ്ട്. നമ്മുടെ ബാലു ഫോർജൊക്കെ ഇല്ലേ, ഓർക്കുന്നുണ്ട്, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തത്, അത് 35% ഉയർന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചാർട്ട് നോക്കിയാൽ അറിയാം. നമുക്ക് വീക്കിലി ചാർട്ട് എടുക്കാം കേട്ടോ. ഇതിൻ്റെ വീക്കിലി ചാർട്ടാണ്. ഇപ്പോൾ ഈ മുകളിൽ ഞാൻ ഈ കർസർ കാണിക്കുന്ന സ്ഥലത്ത് നോക്കണം, ഇവിടെ നോക്കണം കേട്ടോ, ഈ ഭാഗത്ത് നോക്കണേ. ഞാൻ അതിൻ്റെ മുകളിൽ കർസർ വെക്കാം. 34.94%, അപ്പം 35% ബാലു ഫോർജ് ഉയർന്നിരിക്കുന്നതാണ്. എത്ര നാൾ കൊണ്ടാണ്? ഒരാഴ്ച കൊണ്ട് കേട്ടോ. 82% ഉയർന്ന കമ്പനിയുണ്ട്. ഈ കമ്പനി എനിക്കറിയില്ല, എനിക്ക് അറിയുന്ന കമ്പനികളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കണം. 10 ഇയർ ഹൈ ആണ് ഈ ഒരു കമ്പനി ഉയർന്നിരിക്കുന്നത്. SML ഇസൂസു 50% ഉയർന്നിട്ടുണ്ട് ഒറ്റ ആഴ്ച കൊണ്ട്. ഇക്യോ ലൈറ്റിങ് 49% ഉയർന്നിട്ടുണ്ട്.
KPT ഇൻഡസ്ട്രി 60% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനികൾ എടുത്ത് സ്റ്റഡി ചെയ്യുന്നതും ഇതിലെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നു. ഓടിച്ചെന്ന് ബൈ ചെയ്യുകയല്ല ഞാൻ പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് ടെക്നിക്കലി റിസ്ക് റിവാർഡ് കാര്യങ്ങളൊക്കെ ഫേവറബിളായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഒരാഴ്ചത്തെ ഒരു അവലോകനമാണ് നമ്മൾ നടത്തുന്നത്. ഓർക്കുക, ഇതൊരിക്കലും ഒരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ഈ ഡേറ്റകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ടോപ്പ് ലൂസേഴ്സിൽ വരികയാണെങ്കിൽ ആംബറും TBO ടെക്കും JSLും ക്രിസിലും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഒക്കെ കഴിഞ്ഞ ഒറ്റ ദിവസത്തെ ലോസാണ്. ഒരു വീക്കിലെ ലോസിലേക്ക് വരികയാണെങ്കിൽ കാസ്ട്രോൾ ഇന്ത്യയും KEI ഇൻഡസ്ട്രീസും ക്രിസിലും ക്യാമ്പസും ടെക് മഹേന്ദ്രയും ഒക്കെ വരുന്നുണ്ട്. അത് ചെറിയ ലോസുകളാണ് കേട്ടോ. 5%, 6% ഇല്ല, 3% അങ്ങനെയൊക്കെ. ഉയർന്നത് നോക്കുക, 30%, 28%, 25% ഇങ്ങനെയുള്ള സംഭവമാണ് ഉയർച്ചയിൽ നമ്മൾ കാണുന്നത്. താഴ്ചയിൽ നമ്മൾ കാണുന്നത് 5% അത്രയൊക്കെ ഉള്ളൂ. സോ മാർക്കറ്റ് ഇവിടെയും ബുള്ളിഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നും അങ്ങനെ ബുള്ളിഷ് ആയിരിക്കില്ല, അത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ. പിന്നെ ഇതൊരിക്കലും ഒരു സ്റ്റോക്കിൻ്റെ ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, സ്റ്റഡിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതും പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയാണിത്. വളരെയധികം വോളിയം വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ ഇവിടെ മണപ്പുറം, സൊമാറ്റോ, സുസ്ലോൺ, ICICI ബാങ്ക്, NHPC ഇതെല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളിലേക്ക് പോവാം. ഇനിയും ഒരുപാട് ഡേറ്റകളുണ്ട്. ഞാൻ ഓരോ സെഗ്മെൻറ്റായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം വീഡിയോ ചെയ്യാം. അത് നിങ്ങൾക്ക് കൂടുതലും ഉപകാരപ്രദമായിരിക്കും. പ്രധാന ന്യൂസുകളിൽ ആദ്യം തന്നെ ഒരു അറസ്റ്റാണ്. പവർ ഗ്രിഡ് കോർപ്പറേഷനില്ലേ, നല്ല കമ്പനിയാണ് പവർ ഗ്രിഡ്, സൂപ്പറാണ്. അപ്പോൾ ആ കമ്പനിയുടെ ജനറൽ മാനേജറെ CBI അറസ്റ്റ് ചെയ്തു. 2.5 ലക്ഷത്തിൻ്റെ കൈക്കൂലി വാങ്ങിയതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത് KEC ഇൻ്റർനാഷണൽ, അതും അറസ്റ്റ് തന്നെയാണ്. KEC ഇൻ്റർനാഷണലിൻ്റെ DGM-ആയിട്ടുള്ള സുമൻ സിംഗിനെയാണ് CBI അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് കോൺട്രാക്റ്റിൽ ഫേവറിംഗ് ആയിട്ട് അദ്ദേഹം ഡിസിഷൻ എടുത്തു. തീർച്ചയായിട്ടും സാമ്പത്തിക ലക്ഷ്യം അതിൻ്റെ പുറകിലുണ്ടാവാം. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് CMD അപ്പോയിൻമെൻ്റാണ് REC ലിമിറ്റഡിന്. REC ലിമിറ്റഡിൻ്റെ MD ആയിട്ട് പാർമിന്ദർ ചോപ്രയെ മിനിസ്ട്രി ഓഫ് പവർ അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ള ന്യൂസാണ്. SML ഇസുസുവിൻ്റെ നമ്മൾ നേരത്തെ കണ്ടാണ്, വളരെയധികം ഉയർന്നിട്ടുള്ളൊരു സ്റ്റോക്കായിരുന്നു. MD റിസൈൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ഏപ്രിൽ 16 മുതൽ അദ്ദേഹം ആ സ്ഥാനത്തുണ്ടാവില്ല. ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ അനലിസ്റ്റ് ബൈ വന്നിട്ടുണ്ട്. MK ഇനിഷ്യേറ്റ് കവറേജ് ഓൺ ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ വിത്ത് ബൈ റേറ്റിംഗ് ആൻഡ് ടാർഗറ്റ് പ്രൈസ് 1150. എൻ്റെ അല്ല കേട്ടോ, MK എന്ന് പറയുന്ന കമ്പനിയാണ് ബ്ലൂജെറ്റ് ഹെൽത്ത് കെയറിന് ബൈ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് 1150 ടാർഗറ്റ് വെച്ചിട്ട്. അജന്ത ഫാർമ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടത്തുന്നു. ഒരു വർഷം 12 മില്യൺ ബോട്ടിൽസിൻ്റെ അഡീഷണൽ എക്സ്പാൻഷനാണ് അജന്ത ഫാർമ നടത്തുന്നത്. 92 കോടിയുടെ പ്രോജക്റ്റാണിത്. കപ്പാസിറ്റി എക്സ്പാൻഷനാണ്, കമ്പനി വളരുന്നു. ഗെയിലിലും അനലിസ്റ്റ് ബൈ കൊടുത്തിട്ടുണ്ട്. മോട്ടിലാൽ ഓസ്വാളാണ് ബൈ റേറ്റിംഗ് ഗെയിലിൽ കൊടുത്തിരിക്കുന്നത്. 195 അവർ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. റിലയൻസിൻ്റെ ഒരു സബ്സിഡിയറി NSBLൻ്റെ 74% സ്റ്റേക്ക് അക്വയർ ചെയ്തിരിക്കുന്നു എന്ന ന്യൂസ് വന്നിട്ടുണ്ട്. 383 കോടിയുടെയാണ് കോൺട്രാക്റ്റ്. 138 ഏക്കറാണ് ലീസിലെടുത്തിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രിയിൽ അക്വിസിഷൻ നടന്നിരിക്കുകയാണ്. അദാനി എനർജിക്ക് ഒരു ഓർഡർ കിട്ടി. 2800 കോടിയുടെ ട്രാൻസ്മിഷൻ പ്രൊജക്റ്റിൻ്റെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ മാനുഫാക്ചറിങ്ങിൻ്റെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഇൻഡസിൻ ബാങ്കിൽ ഒരു അലിഗേഷൻ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നില്ലേ, വളരെയധികം ഇൻഡസിൻ ബാങ്ക് താഴെ പോയല്ലേ. അതിൽ ബാങ്ക് ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ചെയ്യാനായിട്ട് അവരൊരു ഇൻഡിപെൻഡൻറ്റ് ഫേമിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. യുണീക്കം ലബോറട്ടറീസിൽ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. 200 കോടിയുടെ കപ്പാസിറ്റി എക്സ്പാൻഷനാണ് നടക്കുന്നത്. എംബസി ഡെവലപ്മെൻറ്റ് അവരുടെ ലാൻഡ് മറ്റൊരു കമ്പനിക്ക് സെല്ല് ചെയ്യുന്നു. 25 ഏക്കർ ലാൻഡാണ് കേട്ടോ ബാംഗ്ലൂരിലുള്ള. ആ ഡീല് നടക്കുന്നത് 1125 കോടിക്കാണ്. ലാർസൻ ആൻഡ് ടൂബ്രോ ഇവർ ഓർഡർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവർക്ക് വീണ്ടും ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നു. 2500 to 5000 കോടിയുടെ ഓർഡർ കിട്ടിയിരിക്കുന്നു. ബ്രിഗേഡ് ഗ്രൂപ്പിൽ നിന്നാണ് ഈ ഓർഡർ കിട്ടിയിരിക്കുന്നത്. റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ടവറുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഇവരൊരു രക്ഷയില്ല കേട്ടോ, അവരുടെ ഓർഡർ ബുക്ക് ലാർസൻ ആൻഡ് ടൂബ്രോ. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് BHEL അവർക്കൊരു ഓർഡർ കിട്ടിയിരിക്കുന്നത്. വലിയ ഓർഡറാണ്. 7500 കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. 800 മെഗാവാട്ട് പവർ യൂണിറ്റ് ഗുജറാത്തിൽ സ്ഥാപിക്കാനായിട്ടുള്ള ഓർഡറാണ് BHELന് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഡിഫൻസ് സ്റ്റോക്കുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഹീറോ മോട്ടോ കോർപ്പ് അക്വസിഷൻ നടത്തിയിരിക്കുന്നു.
യൂളർ മോട്ടോഴ്സിൻ്റെ 32.5% സ്റ്റേക്ക് 525 കോടി രൂപയ്ക്കാണ് ഇവർ അക്വയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോകും തോറും വലിയ കമ്പനികൾ ചെറിയ കമ്പനിയിൽ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ ഈ ഹോസ്പിറ്റലൊക്കെ അത് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളെ വലിയ ഹോസ്പിറ്റലുകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. വലിയ മാളുകളൊക്കെ വന്നിട്ട് ചെറിയ കടകളും ഒക്കെ അപ്രത്യക്ഷമാണെന്ന് കണ്ടിട്ടില്ലേ? അത് വലിയ കമ്പനിക്ക് തീർച്ചയായിട്ടും നല്ലതാണ്. എന്തായാലും ഞാൻ പറഞ്ഞു പോയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി RVLന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 554 കോടിയുടെ ഓർഡറാണ്. NHAI എന്ന് പറയും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലേ. 6 വരി പാത നാഷണൽ ഹൈവേ 516C ഇൻ ആന്ധ്രാപ്രദേശ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഒരു 6 വരി പാത നിർമ്മിക്കാനുള്ള ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. 554.6 കോടിയുടെ ഓർഡറാണ് RVNLന് കിട്ടിയിരിക്കുന്നത്. യുണൈറ്റഡ് സ്പിരിറ്റ് അനലിസ്റ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സിറ്റി അപ്ഗ്രേഡ് യുണൈറ്റഡ് സ്പിരിറ്റ് ബൈ റേറ്റിംഗ് 1650 ടാർഗറ്റ് പറഞ്ഞുകൊണ്ട് കേട്ടോ. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. HCC ടാറ്റ പ്രോജക്റ്റ് JV. ഓക്കെ, HCCയും ടാറ്റ പ്രോജക്റ്റുമായിട്ട് ജോയിൻ്റ് വെഞ്ചറാണ്. ഈ രണ്ട് കമ്പനികളും കൂടി പ്രവർത്തിക്കുന്നു. ഒരു വർക്കിന് വേണ്ടിയിട്ട്, കോമൺ വർക്കിന് വേണ്ടിയിട്ട് ഈ രണ്ട് കമ്പനികൾ കൂടി പ്രവർത്തിക്കുന്നതിനാണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുക. അപ്പോൾ ആ രണ്ട് കമ്പനിക്കും കൂടിയിട്ട് 2470 കോടിയുടെ ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കിട്ടിയിരിക്കുന്നത് ടാറ്റ പവറിൽ നിന്നാണ് കേട്ടോ. പമ്പ്ഡ് സ്റ്റോറേജ് പ്രോജക്റ്റിൻ്റെ ഓർഡറാണ്. ഞാൻ ഇത് ഹെഡ്ലൈൻ ഇങ്ങനെ വായിച്ചു പോകുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ന്യൂസ് കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങളിങ്ങനെ സ്റ്റഡിയും സ്റ്റോക്കുകളും ഒക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ സൈറ്റിൽ കയറിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരുപാട് ന്യൂസുകളുണ്ട്. 21 ഒന്ന് കവർ ചെയ്തിട്ട് ഇനി 2-3 ന്യൂസും കൂടെ കഴിഞ്ഞ് 21 കവറാകും. പിന്നെ 20-ാം തീയതിയുള്ള ന്യൂസുകളാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യാം. ഇപ്പോൾ റെയിൽടെൽ കോർപ്പറേഷൻ 16.8 കോടിയുടെ ചെറിയ ഓർഡറാണ് കേട്ടോ. ഫ്രം ഡിഫൻസ് മിനിസ്ട്രി. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേയിങ് വർക്ക്, കേബിൾ ഇടുന്ന വർക്ക്, അതാണ് കിട്ടിയിരിക്കുന്നത്. ചെറിയൊരു ഓർഡറാണ്. ബജാജ് ഫിനാൻസ് ഇവിടെ MD അപ്പോയിൻമെൻറ്റാണ്. ബജാജ് ഫിനാൻസ് നമ്മൾ കണ്ടു. ഒരു 52 വീക്ക് ഹൈയൊക്കെ റീസെൻ്റ്ലി പോയിട്ടുള്ള സ്റ്റോക്കാണ്. ഏപ്രിൽ 1 മുതൽ 2 പേരെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. വൈസ് ചെയർമാനും VCയും. അത് രാജീവ് ജെയിനാണ്. അനൂപ് കുമാറാണ് MD. എന്തായാലും 2 പേര് പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ, MDയും VCയും. ഇനി വാടെക് വാബാഗ് ഒരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ട്. $100 മില്യൺ ഡീലാണ്. വാട്ടർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മുനിസിപ്പാലിറ്റിയിൽ, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ വാട്ടർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീലാണ് ഇവർ സൈൻ ചെയ്തിരിക്കുന്നത്. വാടെക് വാബാഗാണ്. എമൗണ്ട് $100 മില്യൺ. ഇനി കോൺകോർ കണ്ടെയ്നർ കോർപ്പറേഷൻ പ്ലേസസ് ഓർഡർ. കണ്ടെയ്നർ കോർപ്പറേഷൻ പ്ലേസസ് 192 crore ഓർഡർ ഫോർ 10 rakes ഓഫ് BLSS വാഗൺസ് ഫ്രം GATX ഓവർ 10 years. 10 വർഷത്തിനുള്ളിൽ 10 റേക്സ് ഓഫ് BLSS വാഗൺസ് ആണ്. ഇത് വലിയ കണ്ടെയ്നറാണ് കേട്ടോ, വമ്പൻ കണ്ടെയ്നറാണ് ഈ സംഭവം. 192 കോടിയുടെയാണ് ഓർഡർ. GATX എന്ന് പറയുന്ന കമ്പനിക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. 10 വർഷത്തിനുള്ളിൽ കൊടുക്കണമെന്നുള്ള കരാറാണ്. മണപ്പുറം ഫിനാൻസിൻ്റെ ഒരു ന്യൂസ് കൂടി പറഞ്ഞിട്ട് നിർത്താം. ബെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനി 18% മണപ്പുറം ഫിനാൻസിൻ്റെ ഷെയറുകൾ അക്വയർ ചെയ്തിട്ടുണ്ട്. പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് വഴിയാണ് ഇവർ ഇത് അക്വയർ ചെയ്തിരിക്കുന്നത്. 4385 കോടി വാല്യൂ ഉള്ള ഒരു അക്വസിഷനാണ് നടന്നിരിക്കുന്നത്. 18% എന്ന് പറയുമ്പോൾ വലുതാണ്. ഒരു കമ്പനിയുടെ ഷെയറുകൾ ബെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനി വാങ്ങുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയൊരു ഡീലാണത്. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വരുന്ന വീഡിയോകളിൽ, ഇതിൽ പറയാത്ത കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓർക്കുക, ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന സൈറ്റിൽ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ വെച്ചത്. ഇതിലെൻ്റെ ഒരു പേഴ്സണൽ ബയാസ് ഒന്നുമില്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റും അല്ല. ഈ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന റെക്കമെൻഡേഷൻസും കാര്യങ്ങളുമൊക്കെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് ഫേമുകൾ കൊടുത്തിട്ടുള്ളതാണ്. അവർക്ക് ലീഗലി അത് കൊടുക്കാനുള്ള റൈറ്റ് ഉള്ളതാണ്. അവർ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡേറ്റകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് വളരെയധികം കുറയുന്നുണ്ട്. ലൈക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഉഷാറാവുമല്ലോ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പടപടയെ ചെയ്യും. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.